ഗ്രാമാന്തരങ്ങൾ തൊട്ട് നമ്മളുടെ ഇവിടെയുള്ള നഗരങ്ങളിൽ തൊട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഒളിക്യാമറ വെച്ചിട്ട് സ്ത്രീകളുടെ ചിത്രം ചിത്രീകരിക്കുന്ന ഒരുപാട് ബിരുദന്മാരുണ്ട്. ആ ബിരുദന്മാർക്കൊക്കെ എതിരെ കേസ് കൊടുക്കുന്ന പോലീസ് സ്റ്റേഷനിൽ ലേഡീസ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും വസ്ത്രം മാറുന്ന സ്ഥലത്ത് ഒളിക്യാമറ വെച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ സസ്പെൻഷനിൽ. അതായത് നമ്മൾ ഈ കേസൊക്കെ ആയിട്ട് പോകുന്ന പോലീസ് ലേഡീസ് പോലീസിന്റെ അടുത്തേക്കാണ് നമ്മൾ ഈ കേസൊക്കെ ആയിട്ട് പോവുക. അവിടെ പോലും ഒളിക്യാമറ വെച്ചിട്ടുള്ള ബിരുദൻ പോലീസ് ഉദ്യോഗസ്ഥൻ അയാൾക്ക് സസ്പെൻഷൻ. ഇവിടെ സന്തോഷ് വർക്കി ഒരു പൊതുവായിട്ടുള്ള ഒരു പരാമർശം നടത്തി കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് റിമാൻഡ്, അറസ്റ്റ്, സസ്പെൻഷൻ കഴിഞ്ഞ് ഇയാളൊക്കെ വീണ്ടും തൊഴിലിലേക്ക് കൊണ്ടുവന്നിട്ട് എന്തിനാണ്? ഇവരൊക്കെ സൈക്കോളജിക്കലായിട്ടുള്ള മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടാക്കിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 80% വരും. ഇവരൊക്കെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടാക്കിയിട്ട് അവരെ ചികിത്സിച്ച് നല്ല മാനസികാരോഗ്യമുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഈ പറയുന്ന ഉദ്യോഗസ്ഥരായിട്ട് നിയമിക്കുക. ഈ പറഞ്ഞ പോലെ മാസം മാസം ഇവരുടെ മാനസിക ആരോഗ്യം, ഇമോഷൻ മാനേജ്മെൻറ്റ് പ്രോപ്പറാണോ എന്ന് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഇതേപോലത്തുള്ള പോലീസുകാരെ സന്തോഷ് വർക്കിനെ ചെയ്തതിനേക്കാളും കൂടുതലായിട്ട് ഡിസ്മിസ് ചെയ്യുക, ആ തൊഴിലിൽ അനുവദിക്കാതിരിക്കുക. കാരണം ജനാധിപത്യ മര്യാദയോടുകൂടി നിയമം അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അയാളെ സസ്പെൻഷൻ അല്ല ചെയ്യേണ്ടത്, ഡിസ്മിസ് ആണ് ചെയ്യേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.